കാൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 7 ഗെയിമിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. നവംബർ 14, 2025 ഗെയിം റിലീസാകും. പിന്നെ അതുമാത്രമല്ല രാഹുൽ മെൻഡേസ് ഒരു കംബാക്കും ഈ ഒരു ഗെയിമിൽ കാണും. ആ ഒരു ക്യാരക്ടറിന് AI ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ആന്റഗണിസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും ഒരു AI ടെക്നോളജി ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത് ക്യാരക്ടറിന്. നോക്കാം, വരുന്ന അടുത്ത് വെച്ച് കാണാം. Say my name. Goddamn right. എനിക്കപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. GTA 4 റീമാസ്റ്റർ ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. റോക്ക് സ്റ്റാർ ആണെങ്കിൽ GTA 4ന്റെ കംപ്ലീറ്റ് എഡിഷൻ PS4 പേജിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊന്ന് ഫാൻസ് ഒക്കെ പറയുന്നു വെച്ചാൽ GTA 4ന്റെ റീമാസ്റ്റർ എഡിഷൻ വരുന്നുണ്ടെന്നൊക്കെയാണ് കുറെ പറയുന്നത്. GTA 4 റീമാസ്റ്റർ റിലീസ് ആകണമെങ്കിൽ 2025, അതായത് ഈ വർഷം തന്നെ നമുക്ക് റിലീസ് ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും PS4 അല്ലെങ്കിൽ PS5 മാക്സിമം ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു സാഡ് ന്യൂസ് ആണ്. NFS റിവൈൽസ് എന്ന് പറയുന്ന ഗെയിം ഓൺലൈൻ സെർവർ, അതായത് സെർവർ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. October 7, 2025 അവർ ആ ഒരു ഗെയിമിന്റെ ഓൺലൈൻ സെർവേഴ്സ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യും. എന്തായാലും ഓഫ്ലൈൻ ആയിട്ട് ഗെയിംസ് എല്ലാവർക്കും കളിക്കാൻ പറ്റും, ഒരു തരത്തിലുള്ള പ്രശ്നമൊന്നും വരത്തില്ല. അവർ ജസ്റ്റ് ഓൺലൈൻ സെർവർ മാത്രമാണ് ഓഫ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഓഫ്ലൈൻ ആയിട്ട് ഗെയിം ഒരു കുഴപ്പമില്ലാതെ റൺ ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ലാഭം കിട്ടാത്തതുകൊണ്ടായിരിക്കും. കാരണം പൈസയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനിയാണ് അവർ. അപ്പം പൈസ റവന്യൂ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കളഞ്ഞതായിരിക്കാം. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം. പിന്നെ എന്ന് പറയുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ സോൾ ലൈക്ക് ഗെയിംസ് ഫാൻസിന് ഒരു ബ്ലാക്ക് വിത്ത് വൂക്കും, പിന്നെ ഇപ്പം ഏതൊരു പുതിയ ഗെയിം ഉണ്ടായിരുന്നു ബറൂസ്, ഈ എൽഡൻ റിങ്, ഇങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഉണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് ബുങ്ചങ് ഫാളൻ വിത്ത് us എന്ന് പറയുന്ന ഒരു ഗെയിം, എനിക്ക് അവളെ ഇഷ്ടമാണ്. അത് പറയാൻ എനിക്ക് ഒരു നാണവും ഇല്ല. അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം അപ്പം ഈ ഒരു ഗെയിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾ ലൈക്ക് ഗെയിംസ്, അതേപോലെ ബ്ലാക്ക് മിത്ത് ഊക്കും, എൽഡൻ റിങ്, ടെല്ലാർ ബ്ലേഡ്, അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ ഗെയിം ഇഷ്ടപ്പെടും. കാരണം അങ്ങനത്തെ ഒരു ടൈപ്പുള്ള ഒരു ഗെയിമാണ്. അപ്പൊ എന്തായാലും ജൂലൈ 24 റിലീസ്. ഈ ഒരു ഗെയിമിന്റെ സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, അതായത് സിസ്റ്റം സ്പെക്ക് വന്നിട്ടുണ്ട്. മിനിമം ആയിട്ട് നിങ്ങൾക്ക് i5 വേണം, പിന്നെ Ryzen 5. പിന്നെ കാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GTX 1060 RX 580, പിന്നെ 16GB റാം. ഞാൻ കൂടുതൽ പറഞ്ഞു ഞാൻ ബോറടിപ്പിക്കുന്നില്ല, സ്ക്രീനിൽ കിടക്കൊണ്ട് നിങ്ങൾക്ക് വായിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഗെയിമുകൾ നിങ്ങൾ റെക്കമെൻഡഡ് സ്പെക്കിൽ കളിക്കണം. ഒന്നാതെ ഈ ഗെയിം കളിക്കാൻ നല്ല പാടാണ്. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ. ഇങ്ങനത്തെ ഗെയിമുകളെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കോമ്പാറ്റിംഗ് സിസ്റ്റമാണ്. ക്ഷമയോടെ ഇരുന്ന് കുത്തിയിരുന്ന് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിക്കാൻ പറ്റുന്നവർക്കാണ് ഒന്നാതെ ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് തല പൊട്ടിത്തെറി. അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ലാഗ് ഓടിച്ച് നിങ്ങൾക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. സോ കുറച്ചെങ്കിലും എൻജോയ് ചെയ്യണമെങ്കിൽ ഇതിന്റെ റെക്കമെൻഡ് സ്പെക്കിൽ കളിക്കണം. അങ്ങനെ ബാറ്റിൽ ഫീൽഡിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ റിലീസ് ആയിട്ടുണ്ട്. ഗെയിമിന്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് October 11, 2025 ഗെയിം റിലീസ് ആകാൻ പോകുന്നതെന്ന് ഇപ്പോൾ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും പ്രീ ഓർഡർ സെല്ലേഴ്സ് ഒക്കെ October 10 ഗെയിം റീസെയിൽസ് ഓഫേഴ്സ് ഒക്കെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ October 11 ഗെയിം എന്തായാലും റിലീസ് ആവാനുള്ള ഹൈലി ചാൻസസ് ഉണ്ട്. എന്തായാലും ട്രെയിലറിലൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ July 31 ബാറ്റിൽ 6ന്റെ മൾട്ടിപ്ലെയർ റിവ്യൂല് July 31 പറയുന്നത്. ചിലപ്പോൾ July 31 റിലീസ് ഡേറ്റിന് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഇവർ തരാൻ പോകുന്നത്. ഈ ഗെയിമിന്റെ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ നല്ല ഹൈപ്പായി. എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്തിരിക്കും എന്നാണ് സത്യം പറഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ പുതിയത് കാണുമെന്ന് വിചാരിച്ചു. ഫ്രീ ആക്സസ് ഗെയിം പ്ലേയിലൊക്കെ കുറെ കണ്ടതിൽ വെച്ച് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വെറൈറ്റി ഒന്നുമില്ല. ഒരു പുതുമ എന്ന് പറയുന്ന സാധനമൊന്നും ബാറ്റിൽ 6ന്റെ അകത്തില്ല. പിന്നെ ഇതിൽ കുറച്ച് ടാങ്കിന്റെയും കാര്യങ്ങളൊക്കെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടാങ്കിന്റെ ഗെയിം പ്ലേയിൽ കാണിച്ചപ്പോൾ പഴയ ഗെയിംസിലുള്ള ആനിമേഷൻസിനെക്കാട്ടിലും ഇപ്പോഴത്തെ ടാങ്ക് ആനിമേഷൻസ് ഒക്കെ കുറച്ച് ബോറായിട്ടാണ് തോന്നുന്നത്. അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഒന്നും ശരിയല്ല. ആനിമേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തരത്തിലുള്ള ആനിമേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഒരു ക്ലീഷ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലെയർ ഗെയിം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.